വരവുണ്ടല്ലോ, ആ വഹിയിന്റെ തുടക്കവും ഒടുക്കത്തെ വഹിയിന്റെ ഒടുവിൽ മാനവരാശിക്ക് നൽകേണ്ട വഹിയിന്റെ തുടക്കവും നിർവഹിക്കപ്പെട്ട ആ നിമിഷം മുതൽ മുഹമ്മദ് നബി ഒരു പ്രത്യേക കഥാപാത്രമായി മാറുകയാണ്. മുഹമ്മദ് നബിയിൽ അവരൊക്കെ കേന്ദ്രീകരിക്കുകയാണ്. അന്ന് മുതൽ പരിവർത്തനമുണ്ടാവുകയാണ്. നുബൂവത്ത് കിട്ടിയ നാള് മുതൽ ആ തത്വം ലോകത്തോട് പ്രസംഗിക്കാൻ പ്രവാചകൻ തുടങ്ങിയത് മുതൽ അവരെ എതിർക്കാനും അവർ പ്രവാചകത്വത്തെ എതിർക്കാനും തള്ളിപ്പറയാനും ആളുകൾ സന്നദ്ധമാകുന്ന നിമിഷം നമ്മൾ കാണുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആനിലെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം അവതരിച്ച ആ നിമിഷം മുതൽ അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനം അവസാനമായി ദിവ്യബോധനമായി ലഭിക്കുന്നവരെയുള്ള കാലയളവിനിടയിൽ ഖുർആൻ ഓരോ കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് 23 കൊല്ലക്കാലത്തിനിടയിൽ ഘട്ടം ഘട്ടമായി അവതരിക്കുമ്പോൾ ആ ഖുർആനിന്റെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു സൊസൈറ്റി രൂപപ്പെട്ടു വന്നു എന്നത് ഞാനും നിങ്ങളും വായിച്ച് നെഞ്ചിലേറ്റി പ്രസംഗത്തിലൂടെ കേട്ട് ഹൃദയത്തിലേക്കിട്ട വിഷയമാണ്. ഞാനത് ആവർത്തിച്ച് കടന്നു പോകുന്നില്ല സഹോദര. അങ്ങനെയുള്ള ഒരു ചരിത്രം 40 കൊല്ലക്കാലം റസൂല് ജീവിച്ചിട്ട് ഖുർആൻ ലഭിക്കുന്നതിന് മുമ്പ്, ഖുർആനിന്റെ പ്രത്യേകത അതാണ്, ഖുർആൻ അവതരിച്ചത് മുതലുള്ള പരിവർത്തനം, ഖുർആൻ ഒരു മഴ പോലെ കടന്നു വന്നതിന് ശേഷമുള്ള അറബ് ജനതയുടെ പരിവർത്തനം. ചിന്താമണ്ഡലങ്ങളിൽ വിപ്ലവമുണ്ടായി, കാഴ്ചപ്പാടുകളിൽ വിപ്ലവമുണ്ടായി, അധമത്ത ബോധത്തിന്റെ വികാരങ്ങൾ പേറി നുകം പേറി ജീവിച്ച ആ ജനതക്ക് ഒരു പുതിയ ഉണർവുണ്ടായി. അതാണ് പ്രവാചക തിരുമേനിയുടെ ദൗത്യത്തെക്കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നത്. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളു അൻഹും മിസ്റഹും വൽ അലാലല്ലതി കാനത് അലൈഹിം. നോക്കൂ നിങ്ങൾ, തൗറാത്തിൽ പേരെടുത്തു പറയപ്പെട്ട പ്രവാചകൻ, ഇൻജീലിൽ പേരെടുത്തു പറയപ്പെട്ട പ്രവാചകൻ, പൂർവ്വവേദങ്ങളിൽ പേരെടുത്തു പറയപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ വന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള ദൗത്യം? സദാചാരത്തിന്റെ കൽപ്പന, ദുരാചാരത്തിന്റെ ഇല്ലായ്മ ചെയ്യൽ അഥവാ സദാചാരത്തിന്റെ പ്രഘോഷണം, ദുരാചാരത്തിന്റെ വിഭാടനം, ഇത് രണ്ടുമായി കിടന്നു വന്ന മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വ പൗരോഹിത്യം നിങ്ങളിൽ ചാർത്തിയ ചങ്ങലക്കെട്ടുകളെ ഇല്ലായ്മ ചെയ്തു. എല്ലാ ബന്ധനങ്ങളും നിങ്ങളെ മോചിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. ഇടുങ്ങിയ ലോകത്തിന്റെ ഇടുങ്ങിയ ചിന്തകളിൽ നിന്ന്, തത്വശാസ്ത്രത്തിന്റെ ഇല്ലായ്മകളിൽ നിന്ന്, അതിന്റെ എല്ലാ പോരായ്മകളിൽ നിന്നും വിശാലമായ ഒരു ആദർശത്തിന്റെ ഭൂമികയിലേക്ക്, നെഞ്ചുയർത്തി നിൽക്കാൻ പ്രാപ്തമായ ഒരാദർശത്തിന്റെ ഭൂമികയിലേക്ക് പ്രവാചക തിരുമേനി നിങ്ങളെ കൈപിടിച്ചുയർത്തി. ഇതാണ് പ്രവാചകന്റെ ദൗത്യമായി വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 187-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 45-46 വചനങ്ങൾ. ആ വചനങ്ങളിൽ അല്ലാഹു പറയുന്നത് എന്താ? യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചക, അങ്ങയെ സാക്ഷിയായിട്ടാണ് നിയോഗിച്ചത്, മാതൃകയായി. ഏതൊരു തത്വത്തിലേക്ക്, ഏതൊരു ആദർശത്തിലേക്ക്, ഏതൊരാശയത്തിലേക്ക് ആ ജനതയെ താങ്കൾ നയിച്ചുവോ ആ ആദർശത്തിൽ അങ്ങാണ് അവർക്ക് ഒന്നാമത്തെ മാതൃക. അങ്ങനെ മാതൃകയാകാൻ പിന്നെയോ അങ്ങ് ഷാഹിദാണ്, മുബശ്ശിറാണ്, ബഷീറാണ്, നദീറാണ്. ആളുകൾക്ക് താക്കീത് നൽകാൻ, നരകം വരാനുണ്ട് എന്ന താക്കീത്. അതാണ് വയാ ഖൗമി മാലി യദൂകും ഇലൻ നജാത്ത് വതദഊനനി ഇലൻ നാർ. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, അതേ മോക്ഷത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളാകട്ടെ ഞങ്ങളെ നരകത്തിലേക്കും ക്ഷണിക്കുന്നു. അപ്പൊ നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗപ്രവേശനം, അതാണ് പ്രവാചക പ്രബോധനത്തിന്റെ കാതലായ വിഷയം എന്ന വസ്തുതയാണ് 40-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രവാചകന്റെ ഡ്യൂട്ടി സാക്ഷിയാവുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് മുഴുവനും സാക്ഷിയാകുക എന്നുള്ളതാണ്. അതോടൊപ്പം നരകത്തെക്കുറിച്ച് താക്കീത്, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം, തോന്നിയതുപോലെയല്ല, ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്തല്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കൊത്തല്ല, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ. അങ്ങ് ഒരു ലൈറ്റ് ഹൗസ് ആണ്, പ്രകാശഗോപുരമാണ്. അങ്ങയിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ആ വലയത്തിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയാണ് മുഹമ്മദ് നബിയെ അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 45-46 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും.
അങ്ങനെ മക്കയിൽ പ്രവാചക തിരുമേനി വന്നു. പ്രവാചക തിരുമേനി യത്ലു അലൈഹിം ആയത്തുകൾ ഓതി കൊടുത്തു. എല്ലാരും മനസ്സിലാക്കണം, മുസ്ലിം സംഘടനകളുടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിലുള്ള ചിലരെങ്കിലും ഈ സദസ്സിലുണ്ടാവുക സ്വാഭാവികമാണ്. പല കാരണങ്ങളാൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഏതൊരു ജനത സംസ്കാര സമ്പന്നമാകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുവോ, ഏതൊരു ജനത വിശ്വാസരംഗത്ത് വിമലീകരിക്കപ്പെടണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, ഏതൊരു ജനത ഹറാമിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ഏതൊരു ജനത നീതിയിലധിഷ്ഠിതമായ ഭരണം നടത്തണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, ഏതൊരു ജനത ഹബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത് എന്ന മാരകമായ 2 രോഗങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നവരാകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, ഏതൊരു ജനത പെൺകുട്ടികളെ മാനിക്കുന്നവരാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, ഏതൊരു ജനത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ, ഏതൊരു ജനത രാഷ്ട്രത്തെ ഏറ്റവും ധന്യമായി ഭരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ അറിയുക, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം കാൽനൂറ്റാണ്ടിനുള്ളിൽ വാർത്തെടുത്ത ഒരു ജനതക്ക് തുല്യമായ ഒരു ജനത മാനവ ചരിത്രത്തിൽ അതിന്റെ മുമ്പുണ്ടായിട്ടില്ല, അതിന്റെ ശേഷം ഉണ്ടായിട്ടില്ല. ദെൻ എന്തുകൊണ്ട് ആ ജനത അങ്ങനെ രൂപപ്പെടുത്തപ്പെട്ടു എന്ന വസ്തുത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വാള്യത്തിൽ ഈ കാര്യം ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗോൾഡൻ ചൈൽഡിന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയുടെ 1ാം വാള്യത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ആയുധം ഉണ്ടായിരുന്ന പ്രവാചകന്റെ കൈകളിൽ. ആ 2 ആയുധം, ഇരുതല മൂർച്ചയുള്ള 2 ആയുധം, അത് ഇന്ന് മുസ്ലിം ഉമ്മത്ത് താഴെ വെച്ചിരിക്കുന്നു, ഭൂമിയിലേക്ക് അത് ഉപേക്ഷിച്ചിരിക്കുന്നു, അത് കൈയൊഴിഞ്ഞിരിക്കുന്നു. പകരം പാശ്ചാത്യ ശക്തികളുടെയും ജൂത ക്രൈസ്തവരുടെയും അവരുടെ പിടിയാളുകളുടെയും സയനിസ്റ്റുകളുടെയും ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ കരങ്ങളിലെ ചട്ടുകങ്ങളായി ലോകത്തെ മുസ്ലിം സമൂഹം മാറിപ്പോകുന്നു എന്നത് നാം ഈ തരുണത്തിൽ വിലയിരുത്തേണ്ട കാര്യമാണ്. മുന്നിൽ നടന്ന ആദർശത്തിന്റെ വക്താക്കൾ, ലോകത്തിന്റെ ചുക്കാൻ പിടിച്ച കറുത്ത പുതപ്പും ധരിച്ച് റബീബിന് ആമിർ അങ്ങ് കൊട്ടാരങ്ങളിൽ കയറി ചെന്ന് ആദർശം പ്രബോധനം ചെയ്ത, മെലിഞ്ഞുണങ്ങിയ, പട്ടിണി കിടന്ന, നോമ്പുകാലത്ത് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും കിടന്ന് നോമ്പ് നോട്ട് ബദറിന്റെ രണഭൂമിയിൽ പോരാടിയ ബദർ ശുഹദാക്കളുടെ പുതിയ കഥയല്ല ആധുനിക ലോകത്തിന്റെ കഥ. ഭൗതിക പ്രമത്തതയിലും ലോകപരതയിലും സുഖലോലുപതയിലും ആപതിച്ചുപോയ എല്ലാവിധ എച്ചിലുകളെയും മുന്നോട്ട് നീട്ടി അതാർത്ത് വാരിപ്പുണരുന്ന, വായിലേക്ക് കുത്തിനിറക്കുന്ന ഒരു പുതിയ ജനറേഷൻ അല്ല ഇസ്ലാം വിഭാവനം ചെയ്ത സമൂഹം എന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്താണ്, ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവം എന്താണ്, ഖുർആൻ ലോകത്ത് ചെലുത്തിയ സ്വാധീനം എന്താണ്, ഖുർആൻ മനുഷ്യന്റെ സംസ്കാരത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു, മുസ്ലിം ഉമ്മത്ത് ഇന്ന് അവിടെ നിൽക്കുന്നു, ഈ വസ്തുത അറിയാൻ നമ്മളെല്ലാം പറയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഭരണകാലഘട്ടം നല്ല കാലഘട്ടം, സഹാബികളുടെ കാലഘട്ടം നല്ല ഘട്ടം, നീതിയിലധിഷ്ഠിതമായ സമൂഹം എന്നൊക്കെ നമ്മൾ പറയും. ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ അവരെങ്ങനെ രൂപപ്പെട്ടു എന്ന്, ആ സമൂഹം എങ്ങനെ മാറി എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇന്നും സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ വിലാപങ്ങൾ, മുസ്ലിം കേരളത്തിലെ പണ്ഡിതന്മാരുടെ വിലാപം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഞാൻ പറയും, ക്ലിപ്പിങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സബീന കയ്യൊഴിഞ്ഞ് മുസ്ലിങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ വിലാപം. മഞ്ഞക്കുളം മാലയും മങ്കൂസും മൊയ്തീൻ മാലയും നഫീസത്ത് മാലയും ഈ സമൂഹം കയ്യൊഴിഞ്ഞതാണ് അത്രേ ഈ സമൂഹത്തിന്റെ അധപ്പതന കാരണം. നോക്കണം നിങ്ങൾ, ധാരാ പ്രസംഗിക്കുന്നത് മഹാപണ്ഡിതന്മാർ, കേരളത്തിലെ മഹാപണ്ഡിതന്മാർ പ്രസംഗിക്കുകയാണ് സബീന കൈയൊഴിഞ്ഞതാണത്രേ ഈ സമൂഹത്തിന്റെ ദുരന്തം. ശരി, സബീന കാണാത്ത സഹാബത്തിന്റെയോ, മാലപ്പാട്ടുകൾ കണ്ടിട്ടില്ലാത്ത സഹാബത്തിന്റെയോ എന്തായിരുന്നു അവരുടെ അഭിവൃദ്ധിയുടെ കാരണം, അവരുടെ ഉന്നതിയുടെ കാരണം? അവരിതെല്ലാം കണ്ടിരുന്നോ? അവരാരെങ്കിലും ഇത് വായിച്ചിരുന്നോ? അവരാരെങ്കിലും ഇത് അറിഞ്ഞിരുന്നോ? അബൂബക്കർ സിദ്ദീഖിന്റെ നാവുകളിലൂടെ മൊയ്തീൻ മാലയുടെ ഈരടികൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉരിയാടിയിരുന്നോ? സഹാബത്തിന്റെ താബീങ്ങളുടെ ഉണ്ടോ? ഉണ്ടായിട്ടില്ല. അവർക്ക് ലോക ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അവർ കരഗതമാക്കിയത് എന്തുകൊണ്ടാ? വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഈ വസ്തുത അവഗണിച്ചവരാണ് നമ്മുടെ സമുദായം, ഈ യാഥാർത്ഥ്യം അവഗണിച്ചവരാണ് നമ്മുടെ സമുദായം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഏതാനും വചനങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഖുർആൻ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ടായ കാര്യം വിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറ്റി, വിശുദ്ധ ഖുർആൻ അബൂ തല്ലത്തുൽ അൻസാരിയെ മാറ്റി, വിശുദ്ധ ഖുർആൻ അതുപോലെയുള്ള സഹാബികളെ മാറ്റി.
എല്ലാ അർത്ഥത്തിലും ഖുർആനിന്റെ വചനങ്ങൾ അവരെ